സ്പോർട്സിലെ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് ആദ്യമേ പറയാഞ്ഞത് സ്പോർട്സിൻ്റെതായിട്ട് പറയാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്താണ് നമ്മുടെ ഇന്ത്യക്ക് അത്രയും മാത്രം അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷം സമ്മാനിച്ചിരിക്കുകയാണ് ഗുകേഷ്. അതെ, ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായ 18 വയസ്സില് 18കാരൻ ലോക ചെസ് ചാമ്പ്യനായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ 18കാരൻ ഡി ഗുകേഷ്. അതാണിപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയായിട്ട്. അത് ചൈനയുടെ ഡിങ് ലിറനെ കീഴടക്കിയത് 14ാമത്തെ ഗെയിന്. നമ്മളത് മുന്നേ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഡിങ് ലിറനുമായിട്ടുള്ള ആ ഒരു, അതായത് സമനിലയിലൊക്കെ വരുവാണുള്ള ഒരു കഴിഞ്ഞ മത്സരത്തിന് ഡിങ് ലിറനായിരുന്നല്ലോ. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഗുകേഷ് വിജയത്തിലേക്ക് പോയിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ 18കാരനായിരുന്നു. 14ാമത്തെ ഒരു ഗെയിമിൽ ലിറനെ തോൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കുറച്ച് കരുതലോടെ നീക്കിയ കരുക്കളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ചെസ്സിനെ കുറിച്ചിട്ട് എനിക്ക് അധികം അറിയാത്തത് കൊണ്ടും ഞാനത് പറയുന്നില്ല. അതെ, വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ദൊമ്മരാജു ഗുകേഷ്, ഡിയുടേതാണ് ദൊമ്മരാജു ഗുകേഷ്. ചൈനയുടെ നിലവിലെ ചാമ്പ്യൻ ഡിങ് ലിറനെ 14ാം റൗണ്ട് വരെ നീണ്ട ആവേശകരമായ മത്സരത്താലാണ് 18 വയസ്സുകാരനായ ഗുകേഷ് തോൽപ്പിച്ചത്. 18 വയസ്സുകാരൻ സിംഗപ്പൂരിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 14ാമത്തെയും അവസാനത്തെയും ഗെയിമിൽ ജയിച്ചതോടെ ഇന്ത്യയുടെ ഗുകേഷ് ചാമ്പ്യനായി. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന ഖ്യാതിയും ഗുകേഷിന് സ്വന്തമായി. 7.5 മത്സരത്തിൻ്റെ അവസാന ഫലം. ഗുകേഷിന് 5 കോടിയിലധികം രൂപയും ചാമ്പ്യൻ്റെ ട്രോഫിയും രണ്ടാമൻ ഡിങ്, അതായത് ഗുകേഷിന് കിട്ടിയത് 5 കോടിയിലധികം രൂപയും ചാമ്പ്യൻ്റെ ട്രോഫിയാണ്. രണ്ടാമനായിട്ടുള്ള ഡിങ് ലിറന് കിട്ടിയത് 3 കോടിയിലധികവും സമ്മാനമായി ലഭിക്കും. എന്തായാലും ഇന്ത്യക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് 11.45 കോടി ഗുകേഷിന് ലഭിക്കുന്ന സമ്മാന തുക എന്നാണ്. അതെ, 5 കോടിയിലധികം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു കണക്ക് 11, അതിൽ 5 കൂടുതൽ ആ ഒരു രീതിയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 5-ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ എമൗണ്ട് എത്രയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ പ്രതിഭയായ ഗുകേഷ് പുതിയ ഫിഡെ ലോക ചാമ്പ്യന്മാരായ നിലയിൽ 18ാമനുമാണ്. നാടകീയവും അപ്രതീക്ഷിതവുമായ സംഭവ വികാസങ്ങളിൽ അവസാന ഗെയിം സമനിലയിലേക്ക് നീങ്ങുമെന്നും ട്രൈ ബ്രേക്കുകൾ ഒഴിവാക്കാനില്ലെന്നും തോന്നവേ ലിറൻ വലിയ പിഴവ് വരുത്തി. പിന്നീട് 3 നീക്കങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്ന 6.5 പോയിന്റ് വീതം നേടി. അവസാന ഗെയിമിനായി ലിറന് ഗുകേഷും ഇരിക്കുമ്പോൾ കാണികൾക്ക് ഉഗ്ര സമ്മർദ്ദമായിരുന്നു. ശരിയാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര സമ്മർദ്ദമായിരിക്കും. 18 വയസ്സും 8 മാസവും 14 ദിവസവുമാണ് ഗുകേഷിൻ്റെ പ്രായം. 22ാം വയസ്സിൽ ലോക ചാമ്പ്യനായ ഗാരി കാസ്പറോവിൻ്റെ റെക്കോർഡാണ് ഗുകേഷ് മറികടന്നത്. കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിൽ ജേതാവായ ഗുകേഷ് ലോക ചാമ്പ്യനെ നേരിടാൻ യോഗ്യത നേടിയത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അർഹത നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഗുകേഷ് സ്വന്തമാക്കിയിരുന്നു. വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ്. 7ാം വയസ്സിൽ കരുനീക്കം തുടങ്ങിയ ഗുകേഷ് ലോക റാങ്കിങ്ങിൽ തന്നേക്കാൾ മുന്നിലുള്ള 5 പേരെ പിന്തള്ളിയാണ് ലോക ചാമ്പ്യനെ നേരിടുന്ന ചലഞ്ചറായത്. മാതാപിതാക്കൾ ആന്ധ്രാപ്രദേശ് സ്വദേശികളാണെങ്കിലും ചെന്നൈയിൽ നിന്നാണ് ഗുകേഷിൻ്റെ വരവ്. 2020 മുതൽ വിശ്വനാഥൻ ആനന്ദ് വെസ്റ്റ് ബ്രിഡ്ജ് ആനന്ദ് ചെസ് അക്കാദമിയുടെ ശിക്ഷണത്തിലാണ്. വേലമ്മാൾ വിദ്യാലയ സ്കൂളിൽ പഠിക്കവേ 7ാം വയസ്സിലാണ് ചെസ് കളി തുടങ്ങിയത്. 12 വയസ്സും 7 മാസവും 17 ദിവസവുമായപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തി. 2750 എലോ റേറ്റിംഗ് നേടുന്ന പ്രായം കുറഞ്ഞയാളും കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന 3ാമത്തെ പ്രായം കുറഞ്ഞ താരവുമായി. 2019 ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചു. ചെസ് ഒളിമ്പ്യാഡിൽ 1ാം ബോർഡിൽ സ്വർണ്ണ മെഡൽ പിന്നാലെ 2700 എലോ റേറ്റിംഗ് മറികടന്നു. ലോക ചാമ്പ്യനായ ശേഷം മാഗ്നസ് കാഴ്സനെ തോൽപ്പിക്കുന്ന പ്രായം കുറഞ്ഞ താരമായി. 2023 2750 എലോ റേറ്റിംഗ് പോയിന്റ് കടന്നു. ആനന്ദിനെ മറികടന്ന് ഫിഡെ റേറ്റിംഗിൽ മുന്നിലുള്ള ഇന്ത്യക്കാരനായി. കാൻഡിഡേറ്റ്സ് ചെസ്സിന് യോഗ്യത നേടി. എന്തായാലും ലോക ചാമ്പ്യനായി. ലോക ചാമ്പ്യനായി, ഇന്ത്യക്ക് അഭിമാനമായി. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിൽ പറഞ്ഞത് 12ാം വയസ്സിലെ ഗ്രാൻഡ് മാസ്റ്റർ ആയെന്നാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ചെസ്സിനോടുള്ള ആ ഒരു പ്രായം കുറഞ്ഞ ചാമ്പ്യൻ എന്നുള്ള ഒരു, അതെ, ആ ഒരു ഇതും. പിന്നെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, കരുതലോടെ നീക്കിയ കരുക്കൾ എന്നൊക്കെ, അത് പ്രായത്തിന്റെ ആ ഒരു എടുത്തുചാട്ടമോ ഒന്നുമില്ലാതെ വളരെയധികം ആലോചിച്ച് ബുദ്ധിപരമായിട്ടായിരുന്നു ഓരോ നീക്കങ്ങളും നടത്തിയത്. ബുദ്ധിപരമായിട്ട്. അതെ.
പിന്നെ അതിൽ എന്താണ് ചില റൗണ്ടുകളൊക്കെ സമനിലയിൽ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ ജയിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നിട്ട് കൂടി അതൊന്ന് കയ്യിൽ നിന്ന് വഴുതി പോവാതെ സമനിലയിൽ പിടിച്ചു നിർത്താനെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് അവസാനം നമ്മുടെ എല്ലാവരുടെയും ഇന്ത്യക്ക് തന്നെ ഒരു അഭിമാനമാവുന്ന ഇത് കണ്ടോണ്ടിരുന്ന കാണികൾക്കായിരുന്നു പ്രഷർ എന്ന് പറഞ്ഞ കാര്യം. ഇത് ജയിക്കുവോ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കി ഇരിക്കുകയായിരുന്നു. അപ്പം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. കൗമാരപ്രായകരം 18-ാം വയസ്സിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പട്ടം നേടിയിരിക്കുന്നു. അതെ.